Dear students, all are welcome to the new class relating to the new chapter planning. In this class, we are discussing about the various terms relating to the planning. That means meaning of planning, what are the importance or objectives of planning, what are the steps involved in the planning process, what are the types of plannings, and the last one, the limitations of planning. Let us see the detailed class. First one, what is the meaning of planning? We know that the word planning, the planning is the primary or basic functions of management. We know that the several functions of management, planning, organizing, directing, etc. The planning is the basic functions of management. Before taking any actions to the organization, a manager has to decide what he wants to achieve and how he is going to achieve these goals. This process is simply called as a planning. Thus, planning means the setting organizational goals and determining the ways of reaching them. It is the process of setting objectives and deciding what should be done to accomplish the goal. പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ബേസിക്കായ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ്. നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് പ്ലാനിങ് എന്നുള്ള ഇതൊരു തിങ്കിങ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളൊരു ഡൂയിങ് ഫംഗ്ഷൻ ചെയ്തതിന് മുമ്പ് പ്രധാനമായും നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് തിങ്കിങ് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ തിങ്കിങ് ഫംഗ്ഷനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്. വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ ആൻഡ് വൈ വൂം ഈസ് ടു ബി ഡൺ. എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആരാണത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു തിങ്കിങ് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെയാണ് സിമ്പിളായിട്ട് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇറ്റ്സ് എ തിങ്കിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആദ്യം ചെയ്യുന്ന ഫംഗ്ഷൻ എന്നുള്ളത് പ്ലാനിങ് ആണ്. പ്ലാനിങ് ഇല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷനും നമ്മൾക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ എൻട്രി 5 തന്നിട്ടുണ്ട്. പ്ലാനിങ് ഈസ് എ ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ദ അതേഴ്സ് ടു പെർഫോം ഡിഫറെൻറ്റ് മാനേജീരിയൽ ഓപ്പറേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. നമ്മൾക്കറിയാം, ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് ആണ്. നേരത്തെ നിശ്ചയിച്ച പ്രീ ഡിറ്റർമൈൻഡ് ചെയ്ത ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗോള് അച്ചീവ് ചെയ്യാൻ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് വേയ്സ് ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഇഫക്റ്റീവായ മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായ അതിനെ ചൂസ് ചെയ്യുന്ന ഒരു മാനേജീരിയൽ ഓപ്പറേഷൻ, ഡിഫറെൻറ്റ് ഓപ്പറേഷനിൽ നിന്ന് ഏറ്റവും ഇഫക്റ്റീവായ ഒരു മെത്തേഡ് നമ്മൾ അല്ലെങ്കിൽ ഒരു വേയ്സ് നമ്മൾ ചൂസ് ചെയ്യുകയും അതുവഴി നമ്മൾക്ക് മാനേജീരിയൽ ഓപ്പറേഷൻ കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ദ അതേഴ്സ് ടു പെർഫോം ദ ഡിഫറെൻറ്റ് മാനേജീരിയൽ ഓപ്പറേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് എം.ഇ. ഹേർലിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇറ്റ് ഈസ് ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ഫ്രം എമംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്. എം.ഇ. ഹേർലി പറഞ്ഞിട്ടുള്ളത് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആയ ഒരു ഫംഗ്ഷനാണ്. വാട്ട് ഈസ് ടു ബി ഡൺ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതിൽ ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്ലാനും എന്ന് നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ്, പോളിസി, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു തിങ്കിങ് ഫംഗ്ഷനെയാണ് നമ്മൾ പ്ലാനിങ് എന്നുള്ളത് പറയുന്നത് എന്നുള്ളതാണ് എം.ഇ. ഹേർലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് വെൻ ഈസ് ടു ബി ഡൺ, ഹൂ ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാണത് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് അല്ലെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് അത് തിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്.
ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ് എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെരി ക്രൂഷ്യലായ ഒരു ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക്കായ ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ ഫംഗ്ഷനും ഈ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പ്ലാനിങ് ഇഫക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഓർഗനൈസേഷനിലെ എല്ലാ ഫംഗ്ഷൻസും കൃത്യമായിട്ട് എഫിഷ്യൻസിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുവാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. നമ്മൾ ഇന്നത്തെ സ്ഥിതിയെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ആ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് നമ്മൾ പ്ലാനിങ്ങിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻവോൾവ് ദ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഫോർകാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന കാര്യവും ഈ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്ലാനിങ് സിംപ്ലി ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമ്മൾക്ക് എഴുതുവാൻ വേണ്ടി പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പ്ലാനിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. നമ്മൾ എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ നമ്മൾ തിങ്ക് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ഫോർ ആക്ഷൻ. നമ്മളൊരു ആക്ഷൻ തിങ്കിങ് ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡൂയിങ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡൂയിങ് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലാനിങ് ആണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ദിസ് എൻഷ്യൂർ ദ ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് ഡയറക്ഷൻസ് ഓഫ് ഇഫേർട്ട് ടുവേർഡ്സ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇതുവഴി സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് പ്ലാനിങ്ങിൻ്റെ പറയുന്നത് നമ്മൾ പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷനാണ്. ദെൻ സെക്കൻഡ് വൺ, പ്ലാനിങ് റെഡ്യൂസസ് അൺസെർട്ടനിറ്റി. അൺസെർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ കാര്യം സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ അൺസെർട്ടനിറ്റി എന്ന് പറയുന്ന സംഭവം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലാനിങ് എപ്പോഴും ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി കാണുന്ന ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അൺസെർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് പ്രകാരം പറ്റും. പ്ലാനിങ് എനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു കോപ്പ് അപ്പ് വിത്ത് ദ അൺസെർട്ടനിറ്റി ആൻഡ് ചേഞ്ച്. നമ്മളൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ ആ ചേഞ്ച് അഡാപ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ തിങ്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ആ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു അൺസെർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ പറ്റുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ അൺസെർട്ടനിറ്റികൾ നമ്മൾക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി എന്നുള്ളത്. പ്ലാനിങ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഓർഡർലി മാനർ വിച്ച് ഹെൽപ്പ് ടു അവോയ്ഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി. പ്ലാൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ ഓരോ നിമിഷത്തിലും അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ആക്ടിവിറ്റീസുകൾ തമ്മിൽ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേസ്റ്റ്ഫുൾ ആവാനോ സാധ്യതയില്ല. എല്ലാം നമ്മൾ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ പ്രീ പ്ലാൻ ചെയ്ത അതിന് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കവിടെ ഈ ഓവർലാപ്പിംഗ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻസ്. ദെൻ ഫോർത്ത് വൺ, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. Planning is a process of thinking in advance. You know that it is a process of thinking function. That means thinking in advance what is to be done. There is a scope for finding better methods for productivity. This makes the managers innovative and creativity. Planning എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന സാധാരണ രീതിയിൽ ചെയ്ത ടോപ്പ് മാനേജേഴ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ടോപ്പ് മാനേജേഴ്സിന് അവരുടേതായ ഇന്നോവേഷൻസും അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ നമ്മൾക്ക് അതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം ഇതൊരു തിങ്കിങ് ഫംഗ്ഷനാണ്. അപ്പോൾ അവൻ ആ രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ പ്ലാൻ ഏറ്റവും ബെസ്റ്റായ പ്ലാൻ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ബെസ്റ്റിൽ നമ്മൾക്ക് ആവശ്യമായ ഇന്നോവേഷനും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾക്ക് ഒരു പ്രൊഡക്ടിവിറ്റി
ഏറ്റവും ബെസ്റ്റായ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം, ഏറ്റവും ചീപ്പസ്റ്റായ വേയിൽ ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ പ്രൊഡക്ഷൻ നടത്താം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബെസ്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുവാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. ദെൻ ഫിഫ്ത്ത് വൺ, പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ദ ഡിസിഷൻ മേക്കിംഗ്. കൃത്യമായ പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ സിറ്റുവേഷനിലും എന്താണ് അവിടെ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് മീൻസ് ഉണ്ടാവും, വേയ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റായത് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് പ്ലാനിങ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിക്കൊണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റായ ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ബെസ്റ്റായ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഡിസിഷൻ മേക്കിംഗ് പവറാണ്. അപ്പോൾ ആ ഡിസിഷൻ നമ്മൾക്ക് എടുക്കുവാൻ വേണ്ടി നമ്മുടെ പ്ലാനിങ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. Then sixth one, planning established the standard for control. Plans serve as a standard for evaluation of performance. It will help to ensure proper control by comparing the actual performance with the standard performance. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡായിട്ട് പ്രവർത്തിക്കും. നമുക്കൊരു യാർഡ് സ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ പെർഫോമൻസ് നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എപ്പോഴും എംപ്ലോയീസ് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുവാനോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എത്തുവാനോ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആക്ച്വലും തമ്മിൽ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും നേരത്തെ നമ്മൾ പ്ലാൻ പ്രകാരമുള്ള സ്റ്റാൻഡേർഡ്സും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുവഴി നമ്മൾക്ക് നമ്മുടെ ഈ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് 6 ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ഡയറക്ഷൻ. Second one, reduce uncertainty. Third one, reduces overlapping and wasteful activity. Then fourth one, promote innovation and creativity. Then fifth one, facilitate decision making. The last one, establishes the standard for കൺട്രോൾ എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. വളരെ സിമ്പിളായ ടോപ്പിക്കാണ്, അതാണ് കുറച്ച് സ്പീഡിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റുക. ഇതല്ലാത്ത പോയിന്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എഴുതുവാൻ സാധിക്കുന്നതാണ്. ദെൻ എന്താണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്ലാനിങ്ങിനും സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് ഇൻഹറൻ്റായ ചില ലിമിറ്റേഷൻസ് പ്ലാനിങ്ങിനും ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ റിജിഡിറ്റിയാണ്. ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ റിജിഡിറ്റി എന്ന് പറയും. പ്ലാനിങ് റെസ്ട്രിക്ട് ദ ഇൻഡിവിജ്വൽ സ്കിൽ, ഇനീഷ്യേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി ബിക്കോസ് എംപ്ലോയീസ് ആർ റിക്വയർഡ് ടു വർക്ക് സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻ. അപ്പോൾ പ്ലാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ റിജിഡിറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്ലാനിങ് എന്ന് പറഞ്ഞ തിങ്കിങ് ഫംഗ്ഷൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ സാധാരണ ഡൂയിങ് ഫംഗ്ഷൻ ചെയ്യുന്നത് മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ ഓർഗനൈസേഷനുള്ള എംപ്ലോയീസാണ്, ലോവർ വർക്കേഴ്സോ അല്ലെങ്കിൽ മിഡിൽ ലെവലിലുള്ള എംപ്ലോയീസാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ പ്ലാൻ പ്രകാരമാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന മിഡിൽ ലെവലിലോ അല്ലെങ്കിൽ ലോവർ ലെവലിലോ എംപ്ലോയീസിനുള്ള ക്രിയേറ്റിവിറ്റിക്ക് പ്രത്യേകം ചാൻസ് ഒന്നുമില്ല. കാരണം അവർ ആ പ്ലാൻ പ്രകാരം മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായ ക്രിയേറ്റിവിറ്റിയോ അവരുടേതായ ഇന്നോവേഷനോ അവരുടേതായ എക്സ്പീരിയൻസോ അവർക്ക് അതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനാണ്. അതെപ്പോഴും ഒരു ഇൻഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ റിജിഡിറ്റിയാണ്. അതിന് അക്കോർഡിംഗ് ടു ആ പ്ലാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതിൽ പുതിയതായിട്ടൊന്ന് ചേർക്കുവാനോ മറ്റേതായ രീതിയിൽ ഒഴിവാക്കാനോ നമ്മൾക്ക് പറ്റില്ല. അപ്പോൾ ആ പ്ലാൻ കൃത്യമായിട്ട് ഒബേ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസിൻ്റെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ സ്കില്ലോ ഇനീഷ്യേറ്റീവിനോ ക്രിയേറ്റിവിറ്റിക്കോ യാതൊരു സ്ഥാനവും പ്ലാനിങ്ങിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറഞ്ഞത്. ദെൻ സെക്കൻഡ് വൺ, പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയറമെൻറ്റ്. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയറമെൻറ്റ്. ഡൈനാമിക് എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിൽ ഒരു ഓർഗനൈസേഷൻ ചിലപ്പോൾ റാപ്പിഡായ ചേഞ്ചിങ് ഒക്കെ ഉണ്ടാവും. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് വരുത്തേണ്ടി വരും. അപ്പോൾ ഈ പ്ലാനിങ്ങിന് ഇത്തരത്തിലുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അവരൊരിക്കലും ഡൈനാമിക് എൻവയറമെൻറ്റിനെ ഇപ്പോൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക, പക്ഷേ സിറ്റുവേഷൻ മറ്റൊരു രീതിയിലാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അവിടെ ആ പ്ലാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റുകയില്ല. ദ സ്കോപ്പ് ഫോർ പ്ലാനിങ് ഈസ് ലിമിറ്റഡ് അപ് ടു എ സെർട്ടൻ എക്സ്റ്റെൻറ്റ്, എസ്പെഷ്യലി ദ ഓർഗനൈസേഷൻ ഹാവിൻ റാപ്പിഡ് ചേഞ്ചിങ് സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ റാപ്പിഡായ ചേഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് പ്ലാനിങ്ങിന്
വലിയ രീതിയിലുള്ള പ്രാധാന്യമില്ല. കാരണം നമ്മൾ സിറ്റുവേഷൻ ചേഞ്ച് കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അക്കോർഡിംഗ് ടു ദ കറക്റ്റ് ആ പ്ലാൻ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ പ്ലാനിങ് അത്തരം ഡൈനാമിക് എൻവയറമെൻറ്റിലോ അല്ലെങ്കിൽ ഡൈനാമിക് സിറ്റുവേഷനിലോ നമുക്ക് റാപ്പിഡായി ചേഞ്ചുള്ള സിറ്റുവേഷനിലോ എൻവയറമെൻറ്റിലോ നമുക്ക് പ്ലാനിങ് അത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ലിമിറ്റേഷൻ. ദെൻ പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പോയിന്റ്. പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. മാനേജേഴ്സ് അറ്റ് മിഡിൽ ആൻഡ് ലോവർ ലെവൽസ് ആർ ജസ്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻസ് ഫോർമുലേറ്റഡ് ബൈ ദ top management. Thus it is reduced the creativity among the workers included in the top, middle or lower level. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഓർഗനൈസേഷൻ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കുന്ന പ്ലാൻ മിഡിൽ ലെവൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ലോവർ ലെവൽ വർക്കേഴ്സ് അത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ എംപ്ലോയീസിന് അവരുടേതായ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിക്ക് പ്രത്യേകമായ സ്ഥാനം പ്ലാനിങ്ങിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ. ദെൻ പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വെരി എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇറ്റ്സ് പ്രോസസ്സ് വിച്ച് ഇൻവോൾവ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ ഒക്കെ ആവശ്യമാണ്. കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് ചിലപ്പോൾ ഡീറ്റെയിൽഡായി സ്റ്റഡി നടത്തേണ്ടി വരും, അതിന് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും, അത് അനലൈസ് ചെയ്യേണ്ടി വരും, അതിന് ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കേണ്ടി വരും, അതിന് സമ്മറൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരു ടൈം കൺസ്യൂമിംഗ് ആയ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ്. അതുകൊണ്ട് ഇത് ഹ്യൂജ് കോസ്റ്റാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഹെൻസ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ക്വിക്ക് ഡിസിഷൻ ആസ് വെൽ ആസ് ഫോർ എ സ്മോൾ കൺസേൺ. ഇത് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആവശ്യമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ സ്മോൾ കൺസേണിലോ ഇതൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞ ഹ്യൂജ് കോസ്റ്റ്. ദെൻ ടൈം കൺസ്യൂമർ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനിങ്ങിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പ്ലാനിങ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. 6th one ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് എന്നുള്ളതാണ്. കൃത്യമായ ഒരു സക്സസ് ഈ പ്ലാൻ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്തു അത് പ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. മേ ബി മേ നോട്ട് ബി. ചിലപ്പോൾ അത് കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു സക്സസ് ഉണ്ടാവുമെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിന് പറ്റുകയില്ല എന്നുള്ളത്. പ്ലാനിങ് മേ ക്രിയേറ്റ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ ദാറ്റ് എവറിത്തിങ് ഇസ് ഗോയിങ് സ്മൂത്ത്. ഇറ്റ് എഫക്ട് ദ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ദ മാനേജേഴ്സ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സക്സസ് ഉണ്ടാവും ഈ പ്ലാൻ പ്രകാരം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു തിങ്കിങ് ഫംഗ്ഷനാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ സക്സസ് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് പറ്റില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലിമിറ്റേഷൻ. അപ്പോൾ ഇത്രയും 6 ലിമിറ്റേഷനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ റിജിഡിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലെക്സിബിലിറ്റി. സെക്കൻഡ് വൺ വെൻ നോട്ട് വർക്കിംഗ് ഡൈനാമിക് എൻവയറമെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ചിങ് എൻവയറമെൻറ്റ്. റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി എമംഗ് ദ ലോവർ ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ വർക്കേഴ്സ് ഓർ എംപ്ലോയീസ്. ദെൻ ഹ്യൂജ് കോസ്റ്റ്. ഇതിന് ഹ്യൂജ് കോസ്റ്റ് ഉണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഡസ് നോട്ട് ഗ്യാരണ്ടി. സക്സസ് കൃത്യമായിട്ട് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് പ്രോസസ്സിന് പറ്റില്ല. ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പിക്. ദെൻ വാട്ട് ആർ ജസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്ലാനിങ് ഓർ പ്ലാനിങ് പ്രോസസ്സ്. പ്ലാനിങ് പ്രോസസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് പ്ലാനിങ്ങിനുള്ളത് എന്നുള്ളതാണ് നമ്മൾക്ക് നോക്കാം. അതിൽ പ്ലാനിങ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒബ്ജക്റ്റീവ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിരിക്കണം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ എൻ്റയർ ഓർഗനൈസേഷൻ ഈസ് ലേഡ് ഡൗൺ ഫസ്റ്റ്, ദെൻ ഇറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ആദ്യം നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ടു മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് ഓർഗനൈസേഷൻ്റെ അത് സെറ്റ് ചെയ്യും. അതിനുശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്താണ് ചെയ്യേണ്ടത് അവരുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. അതിനുശേഷം ഓരോ ഇൻഡിവിജ്വലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. ഈ ഒബ്ജക്റ്റീവ് ഒക്കെ കൃത്യമായിട്ടും ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അതൊരു എന്താ പറയുക, ഒരു ബോഗസ് ഐഡിയ ആവാൻ പാടില്ല. അത് ക്ലിയർ ആയിരിക്കണം, അത് സ്പെസിഫിക് ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പ്ലാനിങ് പ്രോസസ്സിലെ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. നമ്മൾക്ക് ഈ ഒരു പ്ലാൻ പ്രകാരം എന്താണ് നമ്മൾക്ക് ചെയ്ത് തീർക്കേണ്ടത്, അതാണ് ഒബ്ജക്റ്റീവ് എന്ന്. അത് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് വൺ ഡെവലപ്പ് പ്ലാനിങ് പ്രൊമിസസ്. നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റീവ് എങ്ങനെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ്. അതിനാവശ്യമായ പ്ലാനിങ് പ്രൊമിസസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഡെവലപ്പ്
planning promises. Planning is done for the future which is uncertain. Certain assumptions are made about the future environment. നമുക്കറിയാം പ്ലാനിങ് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. അപ്പോൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഭാവിയിലെക്കുറിച്ച് ആലോചിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടത്. ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ പ്ലാനിങ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് certain അസംഷൻസ് നമുക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര ലെവൽ ഒരു മാസത്തിൽ ഇത്ര ലെവൽസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മൾ certain അസംഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. ആ അസംഷനെയാണ് ബേസിക്കലി കോൾഡ് ആസ് എ പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത്. ഈ അസംഷനെയാണ് പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം അസംഷൻസ്, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ ആവശ്യമായ അസംഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡെവലപ്പ് എ പ്ലാനിങ് പ്രോമിസസ്. അതിന് വളരെ എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻറ്റിസിപ്പേറ്റ് ഇൻക്രീസിങ് ദ സെയിൽ ഓഫ് കമ്പ്യൂട്ടർ അസ്യൂമിങ് ദാറ്റ് സെയിൽസ് ടാക്സ് ഓൺ കമ്പ്യൂട്ടേഴ്സ് വിൽ ഡിക്രീസ്ഡ് ബൈ ദ ഗവൺമെൻറ് എന്നുള്ള തരത്തിലുള്ള ഒരു എക്സാമ്പിളും അതിന് പറഞ്ഞിട്ടുണ്ട്. ദെൻ തേർഡ് വൺ, ഐഡൻറ്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, അതിനുശേഷം പ്ലാനിങ് പ്രോമിസസ് ഡെവലപ്പ് ചെയ്യും, അതിനുശേഷം ഐഡൻറ്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ്. നമ്മൾക്ക് ഓർഗനൈസേഷനിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദർ ആർ ഓൾട്ടർനേറ്റീവ്സ് ഓർ വേസ് ഫോർ അച്ചീവിങ് ദ സെയിം ഗോൾ. നമ്മൾക്ക് ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും, ഒരുപാട് തരത്തിലുള്ള വേസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ടു ഇൻക്രീസ് സെയിൽസ് എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വിചാരിക്കുക. നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാം. ഒന്നുകിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് കുറച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് വേയ്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, നമ്മൾ പ്ലാനിങ് പ്രോമിസസ് ഡെവലപ്പ് ചെയ്തു, മൂന്നാമത് നമ്മൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ ആവശ്യമായ ഡിഫറൻ്റായ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ വേയ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഫോർത്ത് വൺ, ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ നേരത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓൾട്ടർനേറ്റീവിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവിനും എന്തൊക്കെയാണ് പോസിറ്റീവ് ഉള്ളത്, എന്തൊക്കെ നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് എന്നിവ കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് നമ്മൾക്ക് ആവശ്യമായ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതിലേറ്റവും ബെസ്റ്റായ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ വേയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ആഫ്റ്റർ അനലൈസിങ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ ഈസ് ടു ബി സെലക്റ്റഡ് ബൈ ദ ഇവാലുവേറ്റിംഗ് കോസ്റ്റ് റിസ്ക് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റായത് നമ്മളെന്ത് സെലക്ട് ചെയ്യും. ബെസ്റ്റായി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ റിസ്ക്, അതിൻ്റെ ബെനിഫിറ്റ്, ഓർഗനൈസേഷൻ എന്താണ് ബെനിഫിറ്റ് എന്നീ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡിമെറിറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റായത് നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സെലക്ട് ചെയ്യും. ഓക്കെ, സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ദെൻ സിക്സ്ത് വൺ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. അത് പ്രകാരം നമ്മുടെ പ്ലാൻ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റേഷൻ മീൻസ് പുട്ടിംഗ് പ്ലാൻ ഇൻ ടു ആക്ഷൻ. അതായത് തിങ്കിങ് ഫംഗ്ഷനെ നമ്മൾ ഡൂയിങ് ഫംഗ്ഷനായിട്ട് മാറ്റുന്നതിനാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ പുട്ടിംഗ് പ്ലാൻ ഇൻ ടു ആക്ഷൻ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാൻ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫോളോ അപ്പ്. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് നടത്തണം. അത് ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം കറക്റ്റാണോ, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങളുള്ളത്, ഫോളോ അപ്പ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി നടത്തും. അതിന് റൈറ്റ് വേയിൽ തന്നെയാണോ, നമ്മൾ പ്ലാൻ പ്രകാരം തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്, അങ്ങനെ അല്ലെങ്കിൽ അവിടെ എന്താണ് പ്രശ്നം വന്നിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള റെമഡീസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ പ്ലാൻസ് ആർ ടു ബി ഇവാലുവേറ്റഡ് റെഗുലർലി ടു ചെക്ക് വെദർ ദേ പ്രൊസീഡിങ്സ് ഇൻ റൈറ്റ് വേ can be located and remedial actions can be taken in advance. നമ്മൾ കൃത്യമായ പ്ലാൻ പ്രകാരമാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പോകുന്നില്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതിനാവശ്യമായ കറക്റ്റീവ് ആക്ഷൻ എടുക്കും. അതാണ് ഏഴാമത്തെ ഫോളോ അപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഫോളോ അപ്പും കൂടി ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രയുമാണ് പ്ലാനിങ് പ്രോസസ്സിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്സുകൾ ആയിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. ഒന്നാമത് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്,
ദെൻ സെക്കൻഡ് വൺ ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രൊമീസസ്. ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്താണ് ചെയ്യേണ്ടത് അവരുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വലും എന്താണ് ചെയ്യേണ്ടത് അവരുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായ അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് പ്ലാനിങ് പ്രൊമീസസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്തൊക്കെ വേയ്സ് ആണ്, എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് ആണ് ഉള്ളത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിൽ നിന്ന് ഓരോ ഓൾട്ടർനേറ്റീവിനും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേഷൻ നടത്തും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയത് നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിനുശേഷം ആ പ്ലാൻ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യും. ഇത്രയും സ്റ്റെപ്പുകളാണ് പ്ലാനിങ് പ്രൊമീസസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് പ്ലാൻ. എന്തൊക്കെ പ്ലാനുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാൻ ബേസ്ഡ് ഓൺ യൂസ് ആൻഡ് ലെങ്ത് ഓഫ് പ്ലാൻ. നമ്മുടെ അതിൻ്റെ യൂസും അതുപോലെ തന്നെ ലെങ്ത്തും ൻ്റെ ബേസിൽ നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻ രണ്ട് തരത്തിലാണ് പ്ലാനിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാനിൽ അതിൻ്റെ യൂസിനനുസരിച്ചും അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് രണ്ട് പ്ലാനുകളാണുള്ളത്. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് പ്ലാൻ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ യൂസ് പ്ലാൻ. അതായത് നമ്മൾ പറഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് യൂസേജ് ആൻഡ് ലെങ്ത് ഓഫ് പ്ലാൻ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് തരത്തിൽ പ്ലാനിനെ തിരിക്കാം. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് പ്ലാൻ. അതിൽ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ developed for a one-time event or project. It is used for a course of action which is not likely to be repeated in future. The duration may depend upon the type of project, may be for 1 day, 1 week or 1 month. അപ്പോൾ സിംഗിൾ യൂസ് എന്ന് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ യൂസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനിനെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞത്. ഇത് വൺ ടൈം ഈവൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനിനെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. ആ പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാൻ അവിടെ അവസാനിച്ചു. അപ്പോൾ ആ പ്രൊജക്റ്റിന് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. മറ്റൊരു പ്രൊജക്റ്റിന് വേണമെങ്കിൽ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കണം. അവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ഈവൻറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനോ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന സിംഗിൾ യൂസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ ആ പ്രോജക്റ്റ് കഴിയുന്ന ടൈപ്പ് ഓഫ് പ്രോജക്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ പ്രോജക്റ്റ് കഴിയും വരെ ആ പ്ലാനിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ പ്ലാൻ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യത്തിന് ഒരു ദിവസത്തെ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു വീക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മന്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെയാണ് ഈ സിംഗിൾ യൂസ് പ്ലാൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പോ ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ അതിന് കൃത്യമായ ഉദാഹരണങ്ങളാണ്. അതിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്ലാനുകളൊക്കെ. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റാൻഡിങ് പ്ലാൻ എന്നുള്ളതാണ്. ഇറ്റ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഈ സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു പ്ലാനാണ്. അത് നമ്മൾ റെഗുലറായിട്ട് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും. അത് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെയും നമ്മൾക്ക് അതേ തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വീണ്ടും അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അത് എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്ന പ്ലാനാണ്. നിലവിൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോവുക. അത്തരം പ്ലാനുകളെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റി ദാറ്റ് ഒക്കർ റെഗുലറായിട്ട് ഒക്കർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് യൂഷ്വലി ഡെവലപ്ഡ് വൺസ് ബട്ട് ഇറ്റ് ഈസ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം മീറ്റ് ബിസിനസ് നീഡ്സ്. നമ്മൾ ആദ്യം അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഓഫ് ദ എൻവയറമെൻറ്റ് വി നീഡ് ടു ചേഞ്ച് ദാറ്റ് പ്ലാൻ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ പ്ലാൻ എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരുത്തി ആ പ്ലാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. അതിൽ വേണ്ട ചില ഡേയ്സിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ പ്ലാൻ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. അതിനെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് രണ്ട് തരത്തിലുള്ള പ്ലാൻ ബേസ്ഡ് ഓഫ് യൂസേജ് അതുപോലെ തന്നെ ലെങ്ത് ഓഫ് യൂസിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാനുകളാണ് ഈ രണ്ടെണ്ണം. ബാക്കി സാധാരണ രീതിയിൽ പ്ലാനുകൾ 6 തരത്തിലുള്ള പ്ലാനുകളാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂള്, പ്രോഗ്രാം ആൻഡ് ബഡ്ജറ്റ്. ഈ 8 തരത്തിലുള്ള പ്ലാനുകളുണ്ട്. 8 തരത്തിലുള്ള പ്ലാനുകളാണുള്ളത്. ടൈപ്സ് ഓഫ് പ്ലാനിൽ നമ്മൾ പറയാനുള്ള 8 പ്ലാനുകളാണ്. ഒന്ന് ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, ദെൻ 5th വൺ മെത്തേഡ്, റൂള്, പ്രോഗ്രാം, ലാസ്റ്റ് വൺ ബഡ്ജറ്റ്. ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിലൊന്നാമത്തതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ദ എൻഡ് ടുവേർഡ്സ് വിച്ച് ആൻ ആക്ടിവിറ്റീസ് എയിംഡ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു എൻഡ് പ്രോസസ്സാണ്.
നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദേ ആർ ദ റിസൾട്ട് ടു ബി അച്ചീവ്ഡ്. അത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട റിസൾട്ടിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ്, എയിംസ് ഓർ പർപ്പസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ വിഷസ് ടു അച്ചീവ്. നമ്മൾ ആ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഗോളാകാം, എയിം ആകാം, പർപ്പസ് ആവാം, അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ബൈ 10%. നമ്മൾ 10% നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ നടത്തി നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവാണ്, അതൊരു പ്ലാനാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എൻ ടുവേർഡ്സ് വിച്ച് ആൻ ആക്ടിവിറ്റി ഈസ് എയിംഡ്. ഒബ്ജക്റ്റീവ്സ് ആർ ദ എൻ ടുവേർഡ്സ് വിച്ച് ആൻ ആക്ടിവിറ്റി എയിംഡ്. ദേ ആർ ദ റിസൾട്ട് ടു ബി അച്ചീവ്. നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട റിസൾട്ടിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതൊരു തരത്തിലുള്ള പ്ലാനാണ്. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ കോംപ്രഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ബൈ കൺസിഡറിംഗ് ദ ബിസിനസ് എൻവയറമെൻറ്റ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവ് എങ്ങനെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കോംപ്രഹെൻസീവായ പ്ലാനിനെയാണ് ഒബ്ജക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് നമ്മൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, അക്കംപ്ലിഷ് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ ഉണ്ടാക്കുന്ന കോംപ്രഹെൻസീവ് പ്ലാനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബിസിനസ്സിൻ്റെ എൻവയറൺമെൻറ്റ് അനുസരിച്ച് നമ്മളെ സ്ട്രാറ്റജി ചിലപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. അത് എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഗൽ എൻവയറൺമെൻറ്റ് അനുസരിച്ചൊക്കെ നമ്മുടെ സ്ട്രാറ്റജി മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ, ഇപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രൊഡക്ഷൻ, നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം 10% എന്നുള്ളത്, അത് നമ്മുടെ ഒബ്ജക്റ്റീവായിരുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് എങ്ങനെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ 10% നമ്മുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ നടത്താം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രാച്ച് കൂപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിലേതെങ്കിലും നമ്മൾ സ്വീകരിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റജി എന്നത്. അതിലേത് സ്ട്രാറ്റജിയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, ആ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് പ്ലാനാണ് ഫോർ വാട്ട് പർപ്പസ്, ഫോർ അക്കംപ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. ദെൻ പോളിസി. It's a guideline in decision making to various managers. It defines the limit within which decision can be made. പോളിസി എന്ന് പറഞ്ഞ ഒരു ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ്, മാനേജേഴ്സിന് വേരിയസ് ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗൈഡ് ലൈൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു വേരിയസ് മാനേജേഴ്സ് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതിനെയാണ് നമ്മൾ പോളിസി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പോളിസി ആർ ദ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ. പോളിസി ടെൽസ് വേസ് ആൻഡ് മീൻസ് ടു അച്ചീവ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. ആ പോളിസിയിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾക്കതിനെ മെത്തേഡുകളുള്ളത്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വേസ് ആണുള്ളത്, അതിനെന്തൊക്കെ മീൻസാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്നൊക്കെയാണ് പോളിസിയിൽ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ടു ആക്ഷൻ. ഒരു ആക്ഷനുള്ള ഗൈഡ് ലൈൻസിനെയാണ് പോളിസി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊസീജിയർ. പ്രൊസീജിയർ റിഫേഴ്സ് ടു ദ മാനർ ഇൻ വിച്ച് ദ പർട്ടിക്കുലർ വർക്ക് ഹാസ് ടു ബി ഡൺ. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ വർക്ക് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിനെയാണ്, അല്ലെങ്കിൽ ഒരു മാനറിനെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്സിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ആക്ഷൻ, ഒരു പർട്ടിക്കുലർ വർക്ക് നമ്മൾക്ക് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് നമ്മളൊരു ക്രൊണോളജിക്കൽ ഓർഡറിലാക്കി കഴിഞ്ഞാൽ അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി കഴിഞ്ഞാൽ അതിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്ന പ്ലാനായിട്ട് വരുന്നത്. ക്ലിയർ? A procedure is refers to the manner in which the particular work has to be done, or it provides a sequence of steps. That means chronological order or steps to take a undertaking എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടമായിട്ട് അതുമായിട്ട് പറയാനുള്ളത്. പ്രൊസീജിയർ സിംപ്ലി ഇറ്റ്സ് എ ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ്. ദെൻ റൂൾസ്. അടുത്ത് നമ്മൾ പറഞ്ഞ റൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് റെഗുലേഷൻസ് ആണ്. ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ഫോളോ ചെയ്യേണ്ട സ്പെസിഫിക് റെഗുലേഷനെയാണ് റൂൾസ് എന്ന് പറഞ്ഞത്. റൂൾസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ആവശ്യമായ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ദ സ്പെസിഫിക് വാട്ട് ഷുഡ് ബി ഡൺ ഓർ നോട്ട് ബി ഡൺ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് റെഗുലേഷനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ദെൻ
നെക്സ്റ്റ് വൺ മെത്തേഡ്സ്. മെത്തേഡ്സ് പ്രൊവൈഡ് ദ ഡീറ്റെയിൽ ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ഫോർ ദ ഡേ ടു ഡേ ആക്ഷൻ. നമ്മൾ ഡേ ടു ഡേ ആക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു പ്ലാനിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൊസീജിയർ ആസ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഈച്ച് സ്റ്റെപ്സ് മേ ഹാവ് എ നമ്പർ ഓഫ് മെത്തേഡ് ടു ഡു ദിസ് മെത്തേഡ്സ് പാർട്ട് ഓഫ് പ്രൊസീജിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ, ആ പ്രൊസീജിയർ പ്രകാരം എന്തൊക്കെ മെത്തേഡ് നമ്മൾക്ക് ഉപയോഗിക്കാം, ആ മെത്തേഡിൻ്റെ സീക്വൻസ് ഓഫ് അതിൻ്റെ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതൊരു ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ആയിരിക്കും. ഒരു ഡേ ടു ഡേ ആക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ഗൈഡൻസിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പ്രോഗ്രാം എന്നുള്ളതാണ്. പ്രോഗ്രാം ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ടിവിറ്റീസ് നെസസറി ഫോർ അച്ചീവിങ് ഗിവൺ ടാസ്ക്. പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഒരു ആക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റി അതിൽ നമുക്ക് ചെയ്യാം അതിനെയൊക്കെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കൊരു ടാസ്ക് ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ, ആ ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊക്കെയാണെന്ത് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോഗ്രാം എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ്? ഇറ്റ് ഇസ് എ പ്ലാൻ വിച്ച് സ്റ്റേറ്റ്സ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഓഫ് ഗിവൻ പീരീഡ് ഓഫ് ന്യൂമറിക്കൽ ടേംസ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് നമ്മൾക്ക് ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് പ്ലാനിൽ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, റൂൾസ്, മെത്തേഡ്സ്, പ്രോഗ്രാം ആൻഡ് ബഡ്ജറ്റ് എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾക്ക് പറയാനുള്ളത്. പ്ലാനിങ്ങിൻ്റെ മീനിങ് പറഞ്ഞു, നമ്മളതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു, ലിമിറ്റേഷൻസ് പറഞ്ഞു, ഒബ്ജക്റ്റീവ് പറഞ്ഞു, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്ലാനും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.